ഞാനിപ്പോൾ ബന്ദിപ്പൂർ സഫാരി പോയിന്റിലാണ് ഉള്ളത്. ഇവിടെ ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് സഫാരി നടത്തുന്നുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എടുക്കാം. ഓൺലൈനിലുള്ളത് ഇപ്പം ഉണ്ട് എങ്കിലും എല്ലാം ബ്ലോക്കായി കിടക്കുകയാണെന്നില്ലെങ്കിൽ നേരത്തെ ഇത് ബുക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ബസ്സും പിന്നെ ജീപ്പും ഉള്ളത്. ജീപ്പ് കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ബസ്സിലെങ്കിലും നോക്കിയിട്ട് ഓക്കെ. സഫാരി ടൈമിങ്സ്, ബസ് ജിപ്സിയുടെ, പിന്നെ സഫാരി റേറ്റ്. വന്നിട്ട് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് ഉണ്ടോ നോക്കാം. ബസ് വന്നിരിക്കുകയാണ്. ഞാൻ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് കാണി. അപ്പോൾ ഞാനെടുത്ത ടിക്കറ്റാണത്. ബസ്സിൻ്റെതും സീറ്റ് നമ്പറുണ്ട്. 650 രൂപയാണ്. 650 ചാർജ്. ഈ കാണുന്ന ബസ്സിലാണ് യാത്ര. ഞാനിപ്പോൾ സീറ്റിലിരിക്കുകയാണ്. ബസ് സഫാരി സ്റ്റാർട്ട് ചെയ്ത് സീറ്റിലിരിക്കുകയാണ്. വിൻഡോ സീറ്റിന് കിട്ടി. അപ്പോൾ നമുക്ക് കാഴ്ച പോകാം, എന്തെങ്കിലും ഒന്ന് കാണുമെന്ന് പ്രതീക്ഷ. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വരെ. അതവരങ്ങനെ എപ്പോഴും അങ്ങനെ തന്നെയാണ് അവരുടെ ഫോറസ്റ്റ് ആക്കുക. ടിക്കറ്റ് കൗണ്ടർ കുറച്ച് ദൂരവും ജംഗിള് കുറച്ച് ദൂരമായിരിക്കും. പ്ലാസ്റ്റിക്സ് ഒന്നും അലൗഡ് അല്ല. മഴ പെയ്യുന്നുണ്ട്. അറിയില്ല മൃഗങ്ങൾ പുറത്ത് വരുമോ ഇല്ലയോ. ഇതാണ് കർണാടകയിലെ ബന്ദിപ്പൂര് ഫോറസ്റ്റ്. കുറച്ച് ഉള്ളോട്ടാണ്. ഈ വില്ലേജിൻ്റെ അടുത്തായിട്ടാണ് ഇവർ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരണം ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. ഓഗസ്റ്റ് 15 ഭയങ്കര തിരക്കുണ്ട്. ബന്ദിപ്പൂർ അവരുടെ എൻട്രൻസ് കടന്നു. ബന്ദിപ്പൂർ ഇവിടുന്ന് മുതലാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ. മലകളൊക്കെ കണ്ട്. അതായത് ഇവിടുത്തെ ഫോറസ്റ്റ് ഒരു ഡിഫറെൻറ്റ് രീതിയിൽ തന്നെയാണ്. ഗ്രീനിഷ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു മറ്റേ കേരളത്തിനെക്കാട്ടും വളരെ വ്യത്യസ്തമാണ്. കേരളത്തിൻ്റെ കംപ്ലീറ്റ് മലകളും നമുക്കൊരു സൈഡ് കാണാനേ കഴിയും. ഇപ്പം നമുക്കിവിടെ കാണാം, ആ കുന്നുകൾ കാണാം അല്ലേ. കൂടുതൽ ചാൻസ് ഇറങ്ങാണ്ട് നടന്നു പോകുന്നു. ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാം. ഒരു ടൈഗറിനെ കാണാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇവിടെ ചെറിയ ചെറിയ കുന്നുകളാണ്. ഈ കണ്ട പുള്ളിയാണ് നമ്മുടെ ഗൈഡായിട്ട് വരുന്നത്. പുള്ളി വരുന്ന കാർണിവൽസ് ആനിമൽസൊക്കെ വളരെ റെയറാണ്. അതായത് ടൈഗർ, പുലി, അതൊക്കെ വളരെ റെയറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ലക്കുമാണ്. ഇപ്പോൾ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട ഏകദേശം ഇഷ്ടംപോലെ മാനുകൾ. അങ്ങനെയൊക്കെ പോലെ കുറച്ചുണ്ട്. നമ്മളിപ്പോഴാണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത്. ഡെൻസ് ഫോറസ്റ്റിലേക്ക് കിടക്കാൻ പോവാണ്. ഇരുവരുടെയൊക്കെ മെയിൻ റോഡായിരുന്നു. നോക്കാൻ ഇപ്പോൾ ചാൻസ് ഉണ്ട്. ടൈഗർ റോഡ് പേരൊക്കെ ഉണ്ട്. ടൈഗർ ഉണ്ടായാൽ മതി. Bandipura, I'm Girish. I will be your guide and my colleague Sunil sir. So just I'll give you a small briefing about safari. So let me explain in Kannada first. So Pranigal depends on your luck because it's not a zoo. It's a natural forest. But we will try. But please maintain silence. Okay, when you see any animal
So please don't shout in excitement. And if you have any food or plastic, don't throw it out. When you take photos, don't use flash. If you have any questions about wildlife or about Bandipura, please ask. So thank you. Let's start our safari. അങ്ങനെ നമ്മൾ ഗൈഡ്, ഞാൻ പറഞ്ഞ പോലെ ഗൈഡുണ്ട്, സഫാരി സ്റ്റാർട്ട് ചെയ്യാണ്. അവർ പറഞ്ഞ പോലെ മൃഗങ്ങളെ കാണാൻ ചാൻസ് കുറവാണ്, കാരണം സൂ അല്ല, അവിടെ വളരെ റയറായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഭക്ഷണം എഴുതി കൊടുക്കരുത്, ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഫ്ലാഷ് അടിക്കരുത്. പീക്കോക്കും മറ്റേതൊക്കെ കാണുന്നുണ്ട്. ടൈഗറാണ് നമ്മുടെ ടാർഗറ്റ്. ഇപ്പോൾ ഒരു ലെപ്പേർഡ് പുലി വന്നു എന്നാണ് പറയുന്നത്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. വണ്ടി നിർത്തിയിരിക്കുകയാണ്, എന്തോ ലെപ്പേർഡ് പോയെന്ന് പറഞ്ഞിട്ട്. പുള്ളി ലെപ്പേർഡ് കണ്ടു എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, ഒന്നും കാണുന്നില്ല. നോക്കാം, ഇതൊക്കെ ടൈഗർ പോകുന്ന വഴിയാണ്. ലെപ്പേർഡ് കാണാൻ പറ്റിയില്ല, വീണ്ടും നിർഭാഗ്യം തന്നെ. നല്ല കാർമേഘമൊക്കെ ഉണ്ട്. Before that, tribals used to live inside the forest. That is actually tribal temple. So now also every year, next day of Shivratri, there will be a festival inside the forest. And ಹೇಳಿದೆ 1973 ಟೈಗರ್ ರಿಸರ್ವ್ ಆಗಿ ಡಿಕ್ಲೇರ್ ಆಗಿತ್ತು. ಸೊ ಅವಾಗ ನಮ್ಮ പറഞ്ഞത് ഇത് 1973 ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത് ഗവൺമെൻറ്. അപ്പോൾ ആ സമയത്ത് വെറും 12 ടൈഗറേ ഉണ്ടായിരുന്നു. ഇന്ന് അത് 273 ടൈഗറും അതിൻ്റെ അതേ അളവിൽ പുലിയും ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് മയിൽ, ഈ പരുന്ത എന്ന് പറയും. ഇവിടെ യാത്ര തുടരുകയാണ്. Super. Sound.